കണ്ണൂർ പയ്യന്നൂരിൽ സിപിഐഎം നടപടിയെടുത്ത വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ഹർജിയിൽ എതിർകക്ഷികളായ സിപിഐഎം നേതാക്കൾക്ക് കോടതി നോട്ടീസ് നൽകി. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. ഫെബ്രുവരി 4-ന് പയ്യന്നൂരിൽ വെച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നത്. സായ്കുമാറും അഭിജിത്ത് മുഴക്കുന്നുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം സായ്കുമാറിലേക്ക്. സായ്കുമാർ, വി കുഞ്ഞികൃഷ്ണന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം വേണമെന്ന ആവശ്യത്തിൽ ഉത്തരവായിരിക്കുന്നു. ഒപ്പം ഹർജിയിൽ എതിർകക്ഷികളായ സിപിഐ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിലെന്താണ് പറയുന്നത്? ശ്രുതി, ഫെബ്രുവരി 4-ാം തീയതിയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ് പയ്യന്നൂരിൽ വെച്ച് ഈ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നും ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി വി കുഞ്ഞികൃഷ്ണനാണ് ഹൈക്കോടതിയിൽ സമീപിച്ചത്. ഒരു പോലീസ് സംരക്ഷണം വേണം എന്ന്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംരക്ഷണം നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറിയായ കെ രാഗേഷ്, അതോടൊപ്പം ഏറ്റവും കൂടുതൽ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച വി മധുസൂദനൻ MLA, പയ്യന്നൂർ MLA ആയ വി മധുസൂദനൻ, CPIMന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായ പി സന്തോഷ് എന്നിവർക്ക് നോട്ടീസ് കൂടി ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സുരക്ഷാ വലയത്തിലായിരിക്കും വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്യുക. ആ പുസ്തകത്തിന്റെ അതിലെ ഉള്ളടക്കമൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതിരൂക്ഷമായ വിമർശനം CPIM നേതൃത്വത്തിനെതിരെയുണ്ട്, വി മധുസൂദനൻ MLAക്കെതിരെയുണ്ട്. സ്വാഭാവികമായും ഇതിനോടകം തന്നെ വി കുഞ്ഞികൃഷ്ണനെതിരെ അവിടെ വലിയ പ്രതിഷേധം, അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലടക്കം പ്രകടനവും പടക്കം പൊട്ടിക്കലടക്കമുള്ള സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചാളുടെ ബൈക്കടക്കം കത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങും അലങ്കോലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. സായ്കുമാർ തുടരുക. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി പോവുകയാണ്. അഭിജിത്ത്, നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയും വിമർശനം തുടരുന്ന വി കുഞ്ഞികൃഷ്ണനെയാണ് കണ്ടത്. പക്ഷേ ഒരു തരിയും പിന്നോട്ട് പോകില്ല, താൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് നേരത്തെ സായ്കുമാർ സൂചിപ്പിച്ച പോലെ ആ സമയത്ത് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഇത്തരത്തിലൊരു സംരക്ഷണമൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പോൾ ഫെബ്രുവരി 4-ന് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം വരുമ്പോൾ അതിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, കോടതിയിലേക്ക് പോയിരിക്കുന്നത്, അല്ലേ? ശ്രുതി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ ഒരു സംഘർഷ സാധ്യത, അങ്ങനെയൊരു സാഹചര്യമൊക്കെ പയ്യന്നൂർ ടൗണിൽ രൂപപ്പെട്ടിരുന്നു. അവിടെ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനങ്ങളും അതിനു നേരെ CPM പ്രവർത്തകരുടെ ആക്രമണമൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംരക്ഷണം വേണം എന്ന ആവശ്യവുമായി അദ്ദേഹം കോടതിയെ സമീപിക്കുകയും അതിൽ അനുകൂലമായി കോടതിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രുതി, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലേതായാലും ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് CPM ചിന്തിക്കുന്നില്ല. നിലവിൽ അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം അത് പാർട്ടിക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ CPMനകത്തുണ്ട്. പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതാണ് നേതാക്കൾ ഇപ്പോൾ അണികൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശവും. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഒരു പ്രതിഷേധ പ്രകടനം അത് MLAയുടെ ഓഫീസിലേക്ക് നടന്നത്. അന്ന് വി ഗോപാലകൃഷ്ണനാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. അന്ന് വലിയ സുരക്ഷാ സന്നാഹം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. റൂറൽ SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും അങ്ങനെ കൃത്യമായൊരു സുരക്ഷ, പഴുതടച്ച സുരക്ഷ പയ്യന്നൂരിൽ ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. അന്നും പോലീസ് പ്രധാനമായി മുന്നോട്ട് വെച്ച ഒരു ആശങ്ക, ഒരു പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട്, അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം പയ്യന്നൂരാണ്, അവിടെ എന്തും സംഭവിക്കാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആശങ്ക. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും CPM നിലവിലേതായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പ്രകോപനം, ഒരു പ്രകടനം, പ്രതിഷേധം ഒന്നും ഏതായാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുമെന്നുള്ള വികാരം, ആ രീതിയിലുള്ള വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. അതിനാലാണ് അങ്ങനെയുള്ള ഒരു പ്രകടനത്തിലേക്ക് കടക്കരുത് എന്നുള്ള CPMന്റെ നിർദ്ദേശം. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നാൽ അത് വലിയ ഒരു പ്രത്യാഘാതങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനാലാണ് ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലയിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ എത്തിയത്.
നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ, അതായത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പടക്കം പൊട്ടിച്ചൊക്കെ CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ച് പ്രകടനമൊക്കെ നടത്തിയതാണ്. പക്ഷേ ആ നിമിഷത്തിൽ പോലും പോലീസ് എത്തി നിങ്ങൾക്ക് സംരക്ഷണം വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ തനിക്ക് സംരക്ഷണം ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനെ അറിയിച്ചത്. അതായത് തനിക്ക് പയ്യന്നൂർ വെള്ളൂർ എന്ന മേഖലയിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ സധൈര്യം താൻ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും താൻ ആ രീതിയിലുള്ള ഭയപ്പാട് തനിക്കുണ്ടായിട്ടില്ല, ആശങ്ക തനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സംരക്ഷണം ആവശ്യപ്പെട്ട് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അവിടെ ഒരുപാട് പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജോസഫ് സി മാത്യു ആണ് പ്രകാശനം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് വേണ്ട ഒരു സംരക്ഷണം ആ നിലയിൽ മാത്രമാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതി അതിൽ ഒരു അനുകൂലമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ പരിപാടിക്ക് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശവും. പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണം വേണമെന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ ആവശ്യം. അതിൽ ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നു. പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവായിരിക്കുകയാണ്. ഹർജിയിൽ എതിർകക്ഷികളായ CPI നേതാക്കൾക്ക് കോടതി നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്നും സായ്കുമാറും നൽകിയത്.